ക്രിമിനൽ നിയമ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട 3 ബില്ലുകളും ലോക്സഭയിൽ പാസ്സായി. സുപ്രീം കോടതി വധശിക്ഷ ശരിവച്ച് 30 ദിവസത്തിനകം ദയാഹർജി നൽകണമെന്ന് ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ദയാഹർജി നൽകാനുള്ള അവകാശം ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമാണ്. അതേസമയം ബലാത്സംഗ കേസുകളിൽ ആദ്യ ജീവിതയുടെ മൊഴി നിർബന്ധമാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ ക്രിമിനൽ നിയമ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട 3 ബില്ലുകളും ലോക്സഭയിൽ പാസ്സായ സാഹചര്യം, ഭേദഗതികൾ എന്തൊക്കെയാണ്? കൊളോണിയൽ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ നിലനിന്നിരുന്ന IPC, അതേപോലെ തന്നെ CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയാണ് പൊളിച്ചെഴുതിയിരിക്കുന്നത്. പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവയാണ് ഇന്ന് ലോക്സഭയിൽ അമിത്ഷാ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ശിക്ഷ ഉറപ്പാക്കുന്നതിലധികം ഈ നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രാധാന്യമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ 511 വകുപ്പുകളായിരുന്നു IPCയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വരുമ്പോൾ ഇത് 356 ചുരുങ്ങിയിട്ടുണ്ട്. 484 വകുപ്പുകൾ ഉണ്ടായിരുന്ന CRPCയിൽ ഇപ്പോൾ 531 വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്ത്യൻ തെളിവ് നിയമത്തിൽ 167 വകുപ്പുകൾ ഉണ്ടായിരുന്നത് അത് 170 വകുപ്പുകളായി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പേരിൽ മാത്രമല്ല, അതിൻ്റെ ഉള്ളടക്കത്തിലും കാതലായ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ കൂട്ടം ചേർന്ന് പീഡിപ്പിക്കൽ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് അത് വധശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിയമം പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. മാത്രമല്ല, ഈ 90 ദിവസത്തിനകം തന്നെ വിചാരണ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കണമെന്നുള്ളതാണ് ഈ പുതിയ നിയമത്തിൽ നിഷ്കർഷിക്കുന്നത്. ഒപ്പം ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത് രാജ്യത്തിന് പുറത്തു പോയി അഭയം പ്രാപിക്കുന്ന പ്രതികൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലാണ് പുതിയ നിയമസംഹിതയിൽ വ്യവസ്ഥകൾ ചെയ്തിട്ടുള്ളത്. ഒപ്പം രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമൊക്കെ തന്നെ അതിനെതിരെ നിൽക്കുന്നവർക്ക് വധശിക്ഷ ഉൾപ്പെടെ ഉറപ്പാക്കുന്നതാണ് പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇങ്ങനെ വലിയ കാതലായ മാറ്റങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യദ്രോഹം എന്നുള്ള വകുപ്പ് ഒഴിവാക്കി പകരം ദേശദ്രോഹം എന്നുള്ളതാണ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഭീകരവാദത്തിന് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നു. ഒപ്പം വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ പീഡനങ്ങൾക്കൊക്കെ തന്നെ 20 വർഷം വരെ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലാണ് പുതിയ നിയമവ്യവസ്ഥകൾ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളും സംഭാഷണങ്ങളും ഒക്കെ തന്നെ ഈ ഇലക്ട്രോണിക് രേഖകൾ അടക്കമുള്ളവ തെളിവുകളായി സ്വീകരിക്കുവാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതേപോലെ തന്നെ വാദം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 തവണയിൽ കൂടുതൽ കേസ് മാറ്റിവെക്കരുത് എന്നുള്ള വ്യവസ്ഥകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. FIR ഇട്ട് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചിരിക്കണമെന്നുള്ള നിർദ്ദേശം വന്നു. കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം ഒരു 90 ദിവസം കൂടി എടുക്കാമെന്നുള്ളതാണ്. അതേപോലെ തന്നെ അന്വേഷണം പൂർത്തിയാക്കി പരമാവധി 180 ദിവസം മാത്രം അതിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കുറ്റപത്രം ലഭിച്ച 60 ദിവസത്തിനുള്ളിൽ കോടതി നടപടികൾ പൂർത്തിയാക്കണം. ഇങ്ങനെ വലിയ കാതലായ മാറ്റങ്ങളാണ് ഈ നിയമ പരിഷ്കാരത്തിലുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ അതിൻ്റെ അവശേഷിപ്പുകൾ നിലനിന്നിരുന്ന നിയമവ്യവസ്ഥയിൽ കാതലായ പൊളിച്ചെഴുത്താണ് ഇപ്പോൾ ഈ പുതിയ നിയമവ്യവസ്ഥയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ലോക്സഭയിൽ ഈ 3 ബില്ലുകൾ പാസ്സായി. നാളെ ഇത് രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വരും. ലക്ഷ്മി. യെസ്, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.